ഇപ്പം നമുക്കറിയാം നമ്മളുടെ കുട്ടിക്കാലത്തുള്ള കളിപ്പാട്ടങ്ങൾ എന്തായിരുന്നു നമുക്കറിയാം അല്ലേ? ഒക്കെ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഒരു പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നില്ല അന്ന്. നമ്മൾ ഓല കൊണ്ട് ഒരു പി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ശരിയായിട്ട് ശബ്ദം വരുന്നവൻ്റെ അഹങ്കാരം ഒന്ന് കാണേണ്ടതായിരുന്നു അല്ലേ? ഒരു ഓലപ്പമ്പര ഓലക്കെ അങ്ങോട്ട് മടക്കി വെച്ച് അത് ഈർക്കിലി കൊണ്ട് ഇങ്ങനെ തിരിച്ച് പോകുന്നവൻ്റെ ഒരു അന്തസ്. കാളനുണ്ടാക്കും ഒരു മടൽ കൊണ്ട്. കാളയുടെ ആകൃതി ഒന്നും ഇല്ലാണ്ട് കൊമ്പൊക്കെ വെച്ച് വലിച്ചു കൊണ്ടുപോകാൻ അല്ലേ? കണ്ണട വെക്കി ഈർക്കിലി കൊണ്ട്. ഇപ്പം അതൊന്നും കാണുന്നില്ല അല്ലേ? അന്നൊക്കെ ഈ കണ്ണട വെച്ചവൻ്റെ വാച്ച് ഓല പീലി കൊണ്ട് വാച്ച് കെട്ടിയവൻ്റെ അന്തസ്സിന് കാരണം അവൻ്റെ കളിപ്പാട്ടം അവനുണ്ടാക്കിയത് ആണ് എന്നുള്ളൊരു അന്തസ്സ് നമ്മുടെ പുതിയ കുട്ടികൾക്ക് പറയാനില്ല. കാരണം ഒരു തെങ്ങോല മടക്കി ഒരു പമ്പരമാക്കി തിരിക്കാമെന്നുള്ള അവൻ്റെ എഞ്ചിനീയറിംഗ് സ്വഭാവം അവന് ചെറുപ്പത്തിൽ നഷ്ടമാക്കി എന്നുള്ളതാണ്. അത് നമ്മുടെ കുട്ടികളുടെ കുഴപ്പം കൊണ്ടല്ല. കാലം ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റത്തിൽ നമ്മളൊക്കെ വശം വരാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. നമ്മളതിൻ്റെ ഒപ്പം പോകും. പക്ഷേ എന്നിട്ടും നമുക്ക് ചില ഇടങ്ങളുണ്ടെന്ന് കാണിച്ച് തരുന്ന അവരുടെ കൂട്ടായ്മയാണ് ജീവ എന്ന് പറയുന്നത്. നമുക്കെന്ത് ഒഴിവാക്കാം എന്നുള്ളതിലുപരി ഡോക്ടർ പറഞ്ഞ പ്രത്യേക കാര്യമുണ്ട്. ഇതുണ്ട്, ഇത് എടുത്തോളൂ എന്ന് പറയേണ്ട ഒരിടം നമുക്ക് കാണിച്ചു തരുന്ന വലിയ മനസ്സുകളുണ്ടല്ലോ. നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നമ്മുടെ ബാങ്ക് ബാലൻസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആളുകളായിട്ട് മാറുന്നിടത്ത് ലോകത്തെക്കുറിച്ച്, ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് വരാനിരിക്കുന്നൊരു തലമുറയ്ക്ക് വഴികെട്ടാൻ വേണ്ടി ജീവിക്കുന്ന ആളുകളാകാനാണ് വലിയ ബുദ്ധിമുട്ട് അല്ലേ? അത് ചെയ്യുന്ന വലിയ മനുഷ്യരോട് നമുക്ക് എന്നും കടപ്പാടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന പ്രകൃതി മാറ്റങ്ങൾ, ഞങ്ങളുടെ സ്കൂളിലേക്കൊക്കെ, സെന്റ് തോമസ് സ്കൂളിലേക്കൊക്കെ അക്കരെ നിന്നൊക്കെ ആളുകൾ വന്ന് വഞ്ചിയിൽ വന്ന് പിന്നെ ഒരു വരി എങ്ങനെയാണെന്ന് അറിയോ? കറുകപ്പൽ വിരിയിട്ട പാടത്തിൻ്റെ നടവരമ്പത്ത് കൂടെയാണ്. ആ വരുന്ന വരവിൽ തന്നെ ചിലപ്പോൾ കാണാം തത്തത്തൊകലുകൾ കുത്തി നിർത്തിയതുപോലെയുള്ള ഞാറ്റ് പാടങ്ങൾ, ചിലപ്പോൾ കനക കതിർമണികൾ കാറ്റിലാടുന്ന ദൃശ്യങ്ങൾ. ഈ നീർച്ചാലിലൂടെ ബ്രാൽ അതിൻ്റെ കുഞ്ഞുമക്കളായിട്ട്, ചുമന്ന കുഞ്ഞുമക്കളായിട്ട് ഇങ്ങനെ പതുങ്ങി വരുന്ന കാഴ്ചകൾ, പരൽമീനുകളുടെ മിന്നലാട്ടങ്ങൾ, അപ്പുറത്തെ വഴിയിലൂടെ കുളക്കോഴികൾ കൂട്ടുവിട്ടിട്ട് കേസ് വധിക്കാൻ പോകുന്ന വക്കീലന്മാരെ പോലെയുള്ള നടത്ത ചന്തങ്ങൾ, ചമയങ്ങൾ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ മക്കൾ കണ്ടില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ ഈ പാടൊക്കെ അങ്ങ് മണ്ണിട്ട് നികത്തി അതിൻ്റെ മുകളിൽ വലിയ ടെറസ് വീട് വെച്ച് ഒരു കാരണന്മാർ പത്രം നോക്കുക, ആന്ധ്രയിൽ നിന്ന് അരിയൂരി എന്നൊരു നോക്കുക. നമുക്ക് അന്നം തന്ന പാടങ്ങളെ നമ്മൾ മറന്നു പോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറിപ്പോയി എന്നുള്ളതാണ്.